അമ്മേ സാത്രി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോയൻ മുഖേന നമുക്ക് കാണിച്ചു തരണം വന്ന്. ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്നുള്ളത് എല്ലാവരും തമ്മിലൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മള് ഓജോ ബോർഡ് കളിക്കാൻ പോകണം. ഓജോ ബോർഡ് നമ്മൾ കുറെ നാളായിട്ട് ചെറുപ്പം തൊട്ടേ നമ്മുടെ മനസ്സിലുള്ളതാണ്. കളിച്ചു കഴിഞ്ഞാൽ പ്രേതം വരുമോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് സംശയം നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പൊ എല്ലാ സംശയവും നമ്മൾ ഇന്ന് തീർക്കും. അപ്പൊ ഞങ്ങളും അതോടൊപ്പം തീരുന്ന ചിലപ്പോ എന്താണെന്നറിയില്ല. അപ്പൊ നമ്മളാണെങ്കിൽ കളിക്കാൻ പോണ സമയം എന്ന് വെച്ചാൽ അതിന് പറ്റിയ സമയമാണ്. നമ്മൾ കേട്ടു എന്നുള്ളത് 12 മണിക്കാണ് യൂറ്റുകളൊക്കെ ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളൊക്കെ ഇറങ്ങാനൊക്കെയാണ് നമ്മൾ കേട്ടുള്ളത്. അപ്പൊ നമുക്ക് 12 മണിക്ക് നമ്മൾ കളിക്കുമ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. ബാക്കി നമുക്ക് കണ്ടറിയാം. സ്വപ്നത്തെ ഇവിടെ ഓജോ കൂടെ വരച്ചോണ്ടിരിക്കുകയാണ്. ഇന്നെന്തേലൊക്കെ നടക്കും. പ്രേതം വരുമോ? ആക്ച്വലി ഇതിനെ പറ്റി ആർക്കും വലിയ ധാരണ ഒന്നുമില്ല. ഞങ്ങൾക്കും അറിയില്ല. ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതൊക്കെ. അപ്പൊ വരുമോ വരില്ല എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട വേണം. കാരണം എല്ലാവരും ആൾക്കാർ പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇങ്ങനെ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരാണ്ടിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. വന്നു കഴിഞ്ഞാലും പേടിക്കാൻ പാടില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ നമ്മള് കണ്ടറിയണം എന്തുണ്ടാവും എന്നുള്ളത്. അമ്മേ സാത്രി. അപ്പൊ ഞങ്ങൾ പ്രിപ്പറേഷനൊക്കെ ഏതാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. അതെ, ജീവനോടെ ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. സ്വത്തിന് ഭയങ്കര സംശയങ്ങളാണ്. എന്താണ് നമ്മൾ ചോദിക്കുക? പ്രേതം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അതിന്റെ വിശേഷം ചോദിക്കണ്ടെന്നൊക്കെ ഇവിടെ ചോദിക്കണം. അപ്പൊ വരുന്നകളെ ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. ഞങ്ങൾക്ക് ഒരു പേടിയില്ല കേട്ടോ സത്യം പറഞ്ഞ. ആഹാ, പിന്നെ പ്രേതം, അതെ പ്രേതം എന്റെ കാര്യം കുഴപ്പമില്ല, എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. ഇവരുടെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാന്നുള്ളത്. കണ്ടറിയണം, നാളെ ആർക്കൊക്കെ ബോധമുണ്ടെന്ന്. നമ്മൾ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യണം കണ്ടിട്ടുണ്ട്, എന്നാലും റയറാണ് ഈ സംഭവം. അതിൽ ചെയ്തവർക്കും മിക്കവർക്കും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ധൈര്യം. പക്ഷെ ഞങ്ങളുടെ ഈ ഏരിയ കുറച്ച് വിഷയമാണ്. അപ്പൊ വരാൻ സാധ്യത ഉണ്ട് ഗൈസ്, എല്ലാവരും നോക്കിയിരിക്കട്ടാ. അമ്മ കൂലിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് പ്രിപ്പയർ ആയിട്ട്. ഇന്ന് പ്രേതം പിടിക്കാനുള്ളതാ. എന്തായി ഇപ്പൊ കഴിയും. ഇവള് പ്രൊഫഷണൽ ആയിട്ടൊക്കെ വരച്ചിട്ട് ശരിക്കും പ്രേതത്തിന് വരുത്തും തോന്നുന്നുണ്ട്. നീ വെള്ളം മേത്ത് കയറും പറഞ്ഞു പിടിച്ച് ഇതൊക്കെ ചെയ്തിട്ട് വയ്യാവേലിയാവോ? എന്തായാലും ഇതിന്റെ പുറകിൽ ഒളിഞ്ഞു കിടക്കണ നിഗൂഢതകളൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾക്ക് ഒരു ഉറപ്പാവില്ല ഇനി വരുമോ വരില്ല എന്നുള്ളതൊക്കെ. അപ്പൊ ഇത് കാണുന്ന നിങ്ങൾക്കും ഇനിയിപ്പോ ഏതെങ്കിലും പ്രേതം വരികയാണെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ട്. അവരെ സാഡ് സ്റ്റോറി ഒക്കെ കേട്ടിട്ട് പൊക്കോളില്ലേ, കുഴപ്പമില്ല, അത് നോക്കട്ടെ, സീനില്ല. അപ്പൊ ഇപ്പതേ ഇത്രയുണ്ട്, ഫിനിഷിങ് ടച്ചിലാണ്. സംഭവം സെറ്റാവും. ഇവളെന്തായാലും പ്രേതത്തിന് വരുത്തിയിട്ട് അടങ്ങുന്നാണ് പ്രൊഫഷണൽ ഓജോ ബോർഡൊക്കെയാണ് വരച്ചത്. വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ ഇന്നറിയാം. ഇതൊക്കെ ശരിക്കുള്ളതാണോ, ഈ ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കഥകളാണോ എന്നുള്ളത്. കൃത്യം 12 മണിക്ക് നമുക്ക് ഇങ്ങനെ ആവാഹിച്ച് വരുത്തണം. 12 മണിക്കാണ് 3 യാമം. ഇവൾ മണ്ടി, ഇവൾ എന്നെ ഇതാക്കാൻ പറയാം. ഇവളുടെ മേത്തൊക്കെ ഇപ്പൊ കേറും. ഇവളുടെ മേത്ത് കയറിയില്ലെങ്കിൽ ഇവളുടെ പൂച്ചകളുടെ മേത്ത് കയറിയിട്ട് ഇവിടെ കടിച്ച് കന്നം പിന്നാക്കണം. ഞാൻ പ്രവർത്തിക്കാം. ഭഗവാനെ, ഇവൾക്ക് പേടിയില്ലാത്ത പോലെ കാണിക്കുന്നു കേസ്. ഉള്ളില് വയറ് നിറച്ച് പേടിയാണ്. അപ്പോ നമുക്ക് 12 മണിക്ക് കാണാം. എടാ നമ്മുടെ ഓജോ ബോർഡ് വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളുടെ കഴിവ് നമുക്ക് കാണാം. കണിക്കത്ത് പ്രൊഫഷണൽ തന്നെ ഗൈസ്. ഓജോ ബോർഡൊക്കെ പക്കയായിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം 11 മണിയായിട്ടുണ്ട്. 12 മണിക്ക് നമ്മൾ വീഡിയോ ഇടും, വന്ന് ഇടും, നമുക്കൊരു കുഴപ്പമില്ല. വന്നാലും വന്നില്ലെങ്കിലും പേരുന്നില്ല. കാരണം ഇതൊക്കെ വരില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വരില്ലല്ലേ. അപ്പൊ ടാറ്റ ഗൈസ്. 12 മണി ഗൈസ്. നമ്മൾ ഫാമിലി മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. അമ്മയും മിന്നും ലൂണോ വരെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചോറിനാൻ പോണ്.
കാരണം പ്രേതം വന്നാലും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള എനർജി വേണല്ലോ. അപ്പൊ ഇനിയിപ്പോ പ്രേതം വന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാളത്തെ അത്താഴുണ്ടോ ഇല്ലയോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ലാസ്റ്റ് സപ്പറാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് 12 മണി, ഇപ്പോഴും പറയാം 12 മണി. ആർക്കും എല്ലാവരും പറയാൻ വരില്ല എന്നല്ലേ, യൂട്യൂബിലായാലും ആർക്കും വന്നിട്ടൊന്നുമില്ല. വന്നാലും നമ്മൾ നേരിടും. ലാസ്റ്റ് മിന്നെ ഇരുന്നിട്ട് ഈ പറഞ്ഞിട്ടില്ലേ അതിന് വന്നാലും ക്യാമറയില് കാണില്ല. അല്ല അത് ശരിക്കും നമുക്കറിയില്ലല്ലോ, ക്യാമറ കാണില്ല. നമുക്കല്ലേ പറയാതെ അവിടെ ഒരാൾ നിൽക്കണ്ട്, നമ്മൾ കണ്ടു. അപ്പൊ ചോറിനിട്ട് എല്ലാം പ്രിപ്പയർ ആയിട്ട് ഇനി നമ്മള് കറക്റ്റ് സെറ്റ് ആയിട്ടാവും കാണാട്ടോ. ബായ് പറ. എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓജോ ബോർഡ് വെച്ചിട്ടുണ്ട്. പഴയ കോയൻ അല്ല ഇതേ കോയൻ. പിന്നെ നമുക്ക് മെഴുതിരി കിട്ടിയില്ല, പകരം നമ്മൾ ചിരാത് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ട്രഡീഷണൽ ആക്കാലോ, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം പക്കയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഭയങ്കര വെളിച്ചം ഇതൊക്കെ ഉണ്ട്. നമുക്ക് 12 മണിയാവാന് 1 മിനിറ്റ് കൂടെ ഉള്ളു. 11:59 കൃത്യം 12 മണിക്ക് നമ്മള് ലൈറ്റ് ഓഫ് ചെയ്യും. ബാക്കി അപ്പൊ ലൈറ്റ്സ് ഓഫ്. അപ്പൊ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു. നമ്മള് ഫുള്ള് നിശബ്ദത. കറക്റ്റ് 12 മണി. ഇപ്പൊ ചെറിയ പേടിയൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇത്ര നേരം ധൈര്യത്തിലിരുന്ന ഇവർക്കൊക്കെ ഇപ്പൊ നല്ല പേടി വന്നിട്ട് കേസ്. ഞാൻ മാത്രം ധൈര്യവാനുള്ളൂ. വെള്ളചാരം ശരിക്കും വരുന്നട്ടാ. ഇതിൽ എനിക്ക് മാത്രം കോമൺ സെൻസ് ഉള്ളൂ. പിന്നെ അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ ഒന്നിനെയും ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടല്ല തുടങ്ങണത്. അപ്പൊ നമുക്ക് അതിനു മുമ്പ് എല്ലാവർക്കും പ്രാർത്ഥിക്കട്ടാ. വെറുതെ പ്രാർത്ഥിക്കല്ല, നല്ലൊരു കാര്യം ചെയ്യാൻ പോലേ. ദൈവവിശ്വാസമുള്ള നല്ലതാണല്ലോ. ഓനെ നല്ല ചെയ്താ നല്ല കിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോ അപ്പൊ ഇപ്പൊ ഈ സെറ്റപ്പ് കണ്ടിട്ട് ചിലപ്പോ ഇവിടെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വരണം. ഞങ്ങൾ വിളിക്കുമ്പോ വരണം. എന്നിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കണം അല്ലേ? അല്ലെങ്കിൽ സങ്കടമൊക്കെ പറയണം. അത് കേൾക്കാനാണ് വിളി ഇരിക്കണത്. അത് മാത്രല്ല, പിന്നെ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആക്കരുത്. പേപ്പറൊക്കെ ഇരുന്ന് അതില് പെയിന്റ് ഒക്കെ അടിച്ച് ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും വന്നില്ലെങ്കിൽ നിരാശയാവും. വിഷം വന്നില്ല, കുഴപ്പമില്ല. അപ്പൊ തുടങ്ങാട്ടാ. നമുക്ക് 3 കൈ വെക്കണ്ടേ? കൈ വെക്കി തുടങ്ങാട്ടാ. ഓക്കെ, ഇനി പ്രാർത്ഥിച്ചോ. In the name of God, in the name of Almighty. Ghost house. പണ്ടാളങ്ങനായിട്ട് AC-യുടെ സൗണ്ട് ഓണാ ഇത് കറക്റ്റ് സമയത്ത്. ഇൻവെർട്ടറിന്റെ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂടൊക്കെ ഉണ്ട്. ഭയങ്കര നിശബ്ദത തന്നെ. ഞങ്ങൾ പറയണ മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ ചെറിയ സൗണ്ട് വരെ, നായ്ക്കുട്ടിയാണ് നിങ്ങളെ വരെ നമ്മൾ അറിയുന്നുണ്ട്. ചെറിയ ഫിയറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിൽ കൈ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇനി പറയാൻ പോണതാണ് കായ്. അപ്പൊ പറയാട്ടാ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് 3 വട്ടം പറയണം. ഗുഡ് സ്പിരിറ്റ്. ഓക്കെ, പറയ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അപ്പൊ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോയൻ മുഖേന നമുക്ക് കാണിച്ചു തരണം. വന്നിട്ടുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറയട്ടെ. ഇൻവെർട്ടർ ഓഫ് ആയിട്ടോ. ശരിക്കില്ല. നിങ്ങളിങ്ങനെ കോയ അമർത്തി പിടിച്ച എങ്ങനെയാണ് നീങ്ങുക? ഇവര് പേടിച്ചിട്ട് ഇത്ര അമർത്തി പിടിച്ച തൊടാനും പാടുള്ളോ? അതെ, ഇവര്
നിങ്ങളൊന്ന് കൈ ഇതാക്കിയൊന്ന് ഇത് എനങ്ങണ്ടെന്ന് നോക്കിയാ എനങ്ങാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണോ ഒന്നുകൂടി ഇനി വിളിക്കണ്ട. ഒന്നുകൂടി ചോദിക്കാം, ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എസ്സിലേക്ക് ഒന്ന് പോയേ. ആരെങ്കിലൊക്കെ ഒന്ന് വരുന്നേ. ലൂണ വരാന്ന് പറയുന്നുണ്ട്. ലൂണ വരാന്ന് പറയുന്നുണ്ട്. വേറെ ആരും വരുന്നില്ല. ശശിയാ പാസുവാ ഇവിടെ കൊറേ തൂങ്ങി മരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലേക്കൊന്നും വരുന്നില്ല കേട്ടാരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നല്ല ഇതിന്റെ ശരിയായ രീതി. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരണ്ടാണ്. കാരണം നമ്മള് ഇനിയിപ്പോ അവിടെ നിലത്ത് വരച്ചിട്ട് അവർക്ക് ഇഷ്ടക്കേടൊന്നും വേണ്ട, കളം വരച്ചു എന്നൊന്നും പറഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പേപ്പറിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് ഇവിടെ എനക്കൊല്ല പേടി ഉണ്ടായിരുന്നു വരെ ചിരിച്ചു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് തെറ്റാണ്, ഫ്ലോപ്പായി. ചേട്ടാ ചേട്ടാ എന്തിനാണോ നമ്മെ വിളിച്ചത്? എന്തിനാണ് താങ്കൾ വന്നത്? എന്നെ വിളിച്ചത് എന്തിനാ? നിങ്ങൾക്ക് എന്തോ അറിയാമോ? ചോദിക്കേ. പേരില്ലേ? പേര് ചോദിക്കാൻ ഞാൻ പുതിയ അഡ്മിഷൻ അല്ല. വേറെന്തെങ്കിലും ചോദിക്കേ. പഴയതാണ്, പഴയ പേര് മതി. വേണ്ട, തമാശ നമ്മുടെ അടുത്ത് വേണ്ട. ബിജു. ബിജു അങ്ങനെ അറിയില്ലേ? ബിജു. തേങ്ങ ഗൈസ്, ഒരു കോപ്പും വരില്ല ഇതില്. നമ്മള് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ വല്ല സ്വാമിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്നെ ഓരോന്ന് കാട്ടിക്കൂട്ടിട്ട് അവര് പോവും. അല്ലാണ്ട് ഇതിലും പ്രേതവും മണ്ണാങ്കട്ടൊന്നും ഇല്ല. നമ്മുടെ മനസ്സിന്റെ തോന്നലാണിത്. ഇതില് കോയിനിൽ കൈ വെച്ചപ്പോ തന്നെ അത് എനങ്ങുണ്ടോ എന്നുള്ള സംശയമാണ് എല്ലാവർക്കും. അത് തന്നെ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പോണതിനനുസരിച്ച് ചെറിയ എനക്കൊക്കെ ഇതിന് വരും. അല്ലാണ്ട് ഈ സിനിമയിൽ കാണുന്ന മാതിരി കോയിനെ ഓടി നടക്കിയതൊന്നും ഞങ്ങൾ കണ്ടില്ല. കണ്ടവരുണ്ടെങ്കിൽ അവരുടെ ഭാഗ്യം. അപ്പൊ ഇത്ര ഉള്ളു ഗൈസ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് തുടക്കത്തിൽ ഹാപ്പി ആയിരുന്നെങ്കിലും സംഭവം ചെയ്യണമെന്ന് ഇത് പേടിച്ചു. ഇപ്പൊ അതെ പിന്നെ ഹാപ്പി ആയി. അപ്പൊ ഇത്ര ഉള്ളു. ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലായില്ലേ, ഇപ്പൊ ഓജോ ബോർഡ് കളിച്ചാൽ ആരും വരില്ല, അതൊന്നും റിയൽ അല്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനിയിപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല അതിന്റെ പേരിൽ. ആര് വേണമെങ്കിലും കളിച്ചു. അതെ, ആർക്കും വേണമെങ്കിലും ഇത് കളിക്കാം. ലാസ്റ്റ് വന്നാൽ ഞങ്ങളൊന്നും പറയരുത്. നിങ്ങളുടെ റിസ്കില് കളിക്കാട്ടോ. ഞങ്ങൾക്ക് വന്നില്ല, നിങ്ങക്ക് വരില്ല എന്നൊന്നും പറയാം. കാരണം ഞങ്ങള് അത്രയും ദൈവികമായ ആൾക്കാരാണ്. മഹാഭാരതം കൃഷ്ണനില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്തു വെക്കാം ഗൈസ്. ഇത് നമുക്ക് കീറി കളയാം. എന്തായാലും ഒരു ദിവസം ഓർമ്മയ്ക്ക് ഇവിടെ ഇരിക്കാം. അത് ലൈറ്റ്. അപ്പൊ നമുക്ക് ഇനി ലൈറ്റ് ഇടാം. ലൈറ്റ് ഇടാത്ത പരിപാടി കഴിഞ്ഞു. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ്ഡ് അവർ വീഡിയോ. അപ്പം കുറെ സംശയങ്ങളൊക്കെ മാറി, ഞങ്ങളെ മാറി നിങ്ങളെ മാറി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞങ്ങക്ക് പേടിയൊന്നുമില്ല. സംഭവം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പൊ എന്തിട്ട് പറയാനുള്ളു? ഇനി ആരും വന്നില്ല ഗൈസ്. അതിന്റെ വിഷമല്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഇതേമാതിരി നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൂടെ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കണം, ഫണ്ണാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബെല്ലൈക്കണൊക്കെ അനേബിൾ ചെയ്ത് കിട്ടോ. ഇനി നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി കാണുന്നതിന് വരെ ബൈ. എന്തെങ്കിലുമൊക്കെ തമാശക്ക് ചോദിക്കും.